ഹലോ, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 13. എന്നാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അയച്ച് ഇടുന്നതെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും വെറുതെ എഡിറ്റ് ചെയ്യാണെന്നും തോന്നുന്നുണ്ട് ചില സമയത്തൊക്കെ. 130 സബ്സ്ക്രൈബേഴ്സായി, അതിൻ്റെ ഒരു സന്തോഷം. 4 സബ്സ്ക്രൈബേഴ്സ് 2 ദിവസം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്. ഇത്രയും ആളുകൾക്ക്. ഇനിയും ആളുകൾ സബ് ചെയ്യട്ടെ, ഇനി ആളുകൾ നിൽക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോവുകയാണ്. കുറച്ച് വർക്കിൻ്റെ, അലിൻ്റെ നിതിനച്ചാൻ്റെ വർക്കിൻ്റെ ബേസിസിൽ പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പം ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ത്യൻ വിക്സറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കറങ്ങിത്തിരിഞ്ഞ് നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ തന്നെ വന്നു. കാരണം വല്ലാത്ത പരിപാടി. രാവിലെ ഇറങ്ങിയിട്ട് ഈ ഭൂമി ഉരുണ്ടതാണ് എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വേറെ വഴി കറങ്ങി ഇപ്പുറത്തൂടെ കറങ്ങി നേരെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നു. എന്നിട്ട് അതല്ലേ നമ്മുടെ ഫ്ലാറ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. ആൻഡ് ദെൻ റൈറ്റ് സൈഡിലോട്ടാണ് ദുബായ് കിസൈസ് അല്ലേ, കിസൈസിലേക്കൊക്കെ പോകുന്ന വഴി. കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണോ? കിസൈസിലേക്ക് പോകുന്ന വഴി. ഞാനിപ്പോഴും വഴി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലൈസൻസ് ഇല്ല എന്നേ ഉള്ളൂ. എപ്പോഴും വണ്ടി കിട്ടിയാൽ ഓടിക്കാൻ തയ്യാറാണ്. പക്ഷെ പോലീസ് പിടിച്ചകത്ത് കിടക്കും, പുറത്തേക്ക് അയച്ചോടും. അപ്പം കിസൈസിലേക്ക് പോകുന്ന വഴിയാണ്. എന്നും വണ്ടിക്കകത്ത് നിന്നാണ് വീഡിയോ ഇടുന്നത്. വേറെ കൊണ്ടല്ല, വേറെ ഒരു മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് കുറേ കാർ സർവീസുകളുണ്ട് കേട്ടോ. ഇവിടെ ഓയിൽ ചേഞ്ചിനുള്ള സെപ്പറേറ്റ് ഏരിയ. ഹവോലിൻ അല്ലേ? ഇന്നലെ ഞങ്ങള് നിതിനച്ചാൻ്റെ വേറൊരു കാറുണ്ട്, അത് വിൽക്കാനിട്ടിരിക്കുന്നത്. ടൊയോട്ട യാരിസ് 2009 മോഡൽ 10,000 ആണ് ചോദിക്കുന്നത്. ചെറിയൊരു പെയിൻ ഫീഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കാം. ആൾക്കാർ വന്ന് വില പറഞ്ഞു പോയി. മേ ബി ഉടനെ തന്നെ അത് വിൽക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഹവോലിൻ എന്ന് പറയുന്ന സർവീസ് സെന്ററിൽ ഞങ്ങൾ പോയി. അവർക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ, ഇവിടെ കുറേ ഉണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്ക് കിസൈസിലേക്ക് പോകാന്നേരം ഒരു വലിയൊരു ഏരിയ. ഇവരുടെ ചെറിയ ഏരിയ ഒന്നുമല്ല. ആദ്യം വാക്യൂം ബേ ആണ്, പിന്നെ വാക്യൂം ബേയിൽ നിന്ന് വാഷിംഗ് ഏരിയയിൽ പോവും. വാഷിംഗ് ഏരിയയിൽ നിന്ന് നേരെ എന്താ പറയുക, ഡ്രൈയിങ് ഏരിയ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ഒന്നാണ്. അങ്ങോട്ട് പോവും. പിന്നെ ഓയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഹവോലിൻ്റെ ഓയിൽ ചേഞ്ച് ക്യാബിനിലേക്ക് പോവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവിടെ പണിയൊക്കെ നടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെയാണെന്ന് തോന്നുന്നു. അതിരാവിലെ തന്നെ ട്രാഫിക്കാണ്. ഇത് സിഗ്നലാണെന്ന് തോന്നുന്നു. പക്ഷേ സിഗ്നലാണ് ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. നമ്മൾ മറ്റേ വഴി പോയപ്പോഴും നല്ല ട്രാഫിക്കാണ്. അതുകൊണ്ടാണ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പഴയ ഫ്ലാറ്റിൻ്റെ അവിടെ തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് ചോദിക്കാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പല ഇലക്ട്രോണിക് ഷോപ്പുകളും കണ്ടു. ഇലക്ട്രോണിക് ഷോപ്പുകളും കാണുമ്പോഴും പലരും പറയുന്നത് ഇവിടെ വളരെ റെയറാണ്. അതായത് ലുലുവിൽ ഉണ്ടാവും, പിന്നെ കർഫോറിലുണ്ടാവും. അങ്ങനെ കുറച്ച് ഏരിയാസിൽ മാത്രമാണ് ഇലക്ട്രോണിക്സ് സെക്ഷൻസ് ഉള്ളതെന്നാണ് നമ്മൾ അന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അതെന്താ റീസൺ? എന്ത് ഇലക്ട്രോണിക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്? ഇപ്പം മൊബൈൽ ഇതായിക്കോട്ടെ, ക്യാമറയുടെ ആയിക്കോട്ടെ, അതെന്ന് വെച്ചാൽ ഓരോരുത്തർ ഒരു ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നതായിരിക്കും. ഒരു കമ്പനിയായി അവരുമായിട്ട് ടൈപ്പ് കാണും. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LGയുടെ ഷോറൂം എനിക്ക് ഇവിടെ ഇല്ല, അല്ല സാംസങ്ങിൻ്റെ ഷോറൂമായിട്ട് ഇവിടെ കാണത്തില്ല. അതെല്ലാം ഒരു കമ്പനിയായിട്ട് ഷെറാഫ് DG പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും അവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ലുലു ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് LG, പാനസോണിക്, ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീൻ ആയാലും എല്ലാം അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലുലു ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കാണും. അപ്പോൾ റോങ് അല്ലേ? അത് റോങ് ആണ്. ഈ ഇങ്ങനെ വണ്ടി കയറിയിരിക്കുന്നുണ്ടോ? കട്ട് ചെയ്ത് കയറ്റിയിരിക്കുന്നു. പാർക്കിങ്ങിന്റെ ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയയിൽ അവിടെ നിന്ന് അകത്തൊന്ന് കട്ട് ചെയ്ത് കയറ്റിയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്?
അപ്പോൾ അതൊക്കെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഫൈൻ കിട്ടും. പിന്നെ അറബ്സ് ആണെങ്കിൽ പിന്നെ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അല്ലേ? ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ പലയിടത്തും റോഡുകളൊക്കെ അവർ നന്നായി പണിതിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ വണ്ടി ഉണ്ടോ, ഈ വണ്ടി ലെഫ്റ്റിൽ നിന്ന് നേരെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ പോലും ഇടാതെ കയറിയേക്കുമായിരുന്നു. അത് റോങ് സൈഡിലാണ് കയറി വരുന്നത്. തട്ടിക്കഴിഞ്ഞാലും നമുക്ക് തന്നെയാണ് പണി കിട്ടുന്നത്. നമുക്കറിയാം, നമ്മൾ ബാക്കിൽ നിന്ന് വന്ന് നമ്മൾ നോക്കാതെ ഇടിച്ചെന്നായിരിക്കും ചിലപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം സഡൻലി നമ്മൾ ഇതിനകത്ത് ഡാഷ് ക്യാമുകളൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും കാറിനകത്തിൽ. കാരണം എന്നാലേ പോലീസുകാർക്ക് പോലീസ് വന്നാലും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല എന്നല്ലേ. അതൊരു നല്ല കാര്യമാണ്. ഞങ്ങൾ ഇവിടെ താരിഖ് അൽ വസ്താൻ എന്നൊക്കെ പറയുന്ന ഷോപ്പുണ്ട്. ഇവിടെ ഇപ്പോഴും ട്രാഫിക്കിൽ തന്നെ കിടക്കും കേട്ടോ. കുറേ നല്ല ട്രാഫിക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 5 മിനിറ്റ് പോട്ടെ 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് പോലും അങ്ങാണ്ടേ ഉള്ളൂ സിഗ്നൽ കത്തുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ട്രാഫിക്കാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ടൊന്നും പറയണ്ട. എല്ലായിടത്തെ പോലെ പാർക്കിങ്ങിലല്ല കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ജസ്റ്റ് നോർമൽ നമ്മുടെ നാട്ടിലെ പറമ്പിൽ കയറി പാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന് വിറ്റുന്നത് നോ പാർക്കിംഗ് സൈനും ഉണ്ട് അവിടെ. ഇവിടെ നോ പാർക്കിംഗ് സൈനും ഉണ്ട്. എന്നാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് താനും. കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓണേഴ്സ് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്ന് ആ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ട് ആ നമ്പറിൽ അവരെ വിളിച്ച് നമ്പർ വണ്ടി എടുത്ത് മാറ്റാനൊക്കെ അവർ തന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അതാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ദുബായിലേക്ക് എത്തുന്നു. ഇത് ഷാർജ ടു ദുബായ് ആണ്. പക്ഷേ ട്രാഫിക് ആയതുകൊണ്ട് അതിൻ്റെതായ സമയങ്ങൾ എടുക്കും. പുതിയ ഇൻഫർമേഷൻ വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഫിഷിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ പാർക്കിങ്ങിൻ്റെ. ഞാനൊരു കച്ച പാർക്കിങ്ങിലാണ്, മീൻസ് സൈഡ് സ്കൂളിൻ്റെ സൈഡിലാണ്. അവിടെ ഇതൊന്നും ഇട്ടിട്ടില്ല, ഇൻ്റർലോക്ക് കട്ടയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുവന്ന് എല്ലാ വണ്ടിയും പാർക്കിങ് ചെയ്യുന്നു. ഞാൻ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് രാവിലെ ഇട്ടിട്ട് ഞാൻ പോയി. വൈകിട്ട് വൈഫിനെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാൻ വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് ക്രോസ് ആയിട്ട് കൊണ്ടുവന്ന് ഒരു വണ്ടി കൊണ്ടിട്ടിരിക്കുക. ഞാൻ 10-15 മിനിറ്റ് അവിടെ നോക്കി, നമ്പർ നോക്കി. സാധാരണ അങ്ങനെ ഇടുവാണെങ്കിൽ അവർ ഡാഷ്ബോർഡിൽ അവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വെക്കും. ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് മാറ്റിത്തരും. ഇത് നമ്പറും ഇല്ല, ഒന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞുമുണ്ട് കൂടെ. ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിൽ അറബി വണ്ടിയും കൊണ്ട് വന്ന് എന്നോട് ചോദിച്ചു എന്ത് വെച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു റോങ് പാർക്കിംഗ് എന്നാണ്. അപ്പോൾ പുള്ളി തന്നെ എൻ്റെ ഫോൺ മേടിച്ചിട്ട് പോലീസിനെ വിളിച്ചു, ഷാർജ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെ റോങ് പാർക്കിംഗ് ആയി ചെയ്തിരിക്കുന്നത്, വേറെ ആൾക്ക് വണ്ടി എടുത്തിട്ട് പോകാനാണ്, അത് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം പോലീസുകാർ ചോദിച്ചു, നമ്പർ ചോദിച്ചു. അപ്പം ഷാർജ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പം ആ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരന്നേരം തന്നെ ഫോൺ ചെയ്തു. ഈ വാഹന ഉടമയെ ഫോൺ ചെയ്തിട്ട് അപ്പം പറഞ്ഞു ഈ ആക്ച്വലി ഈ ഉടമസ്ഥ എന്ത് ചെയ്തു, അവൻ്റെ വണ്ടി പണി ഉണ്ടായതുകൊണ്ട് ഗ്യാരേജ് കൊണ്ട് കൊടുത്തതാണ്. ഗ്യാരേജിലെ പണിക്കാൻ എങ്ങും കൊണ്ട് ചുമ്മാ ഒന്ന് റോങ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് പോയതാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ ആൾ വന്നു, വണ്ടി പിന്നെ നമുക്ക് മാറ്റി. അന്നേരം പോലീസ് പറഞ്ഞു വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ നീ വണ്ടി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അവൻ പിന്നെ ഓടി പിടിച്ച് വന്ന് എൻ്റെ നമ്പറും കൊടുത്തായിരുന്നു. എൻ്റെ നമ്പറും കൊടുത്ത് അവരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തു, സോറിയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ ഇങ്ങനെ റോങ് പാർക്ക് ചെയ്യുന്നത് നിനക്കെന്താ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു എനിക്കിവിടെ പാർക്കിംഗ് കിട്ടിയില്ല, പിന്നെ ഞാനോടത്ത് ഈ വണ്ടി എടുക്കാത്ത വണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. അത് ഒരു വണ്ടിയുടെ അല്ലേ, 2 വണ്ടിയുടെ ബാക്കിലായിട്ട് ഇങ്ങനെയാണ് ക്രോസ് ചെയ്ത്. എനിക്കൊന്ന് മറ്റേ വണ്ടി ചിലപ്പോൾ അവൻ്റെ വണ്ടി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ അവൻ ചെയ്തിട്ട് പോയത്. പിന്നെ ഇവിടെ എന്താ ആക്സിഡൻ്റ് ഒക്കെ കൊണ്ടായിരിക്കുന്നത് വിത്തിൻ അവർ പെട്ടെന്ന് തന്നെ ഓടി എത്തും വണ്ടി. പോലീസുകാർ നല്ല ഹെൽപ്പാണ് ഇവിടുത്തെ പോലീസുകാർ കേട്ടോ. നമ്മൾ എന്തെങ്കിലും ട്രബിൾ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഓടി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലീസിനെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ നാട്ടിൽ സഹായമൊക്കെയാണ്. പക്ഷേ പറയാൻ പറ്റില്ല എങ്ങനെയാണ് പ്രതികരണം എന്നൊക്കെ. മേ ബി അവരുടെ ജോലിയുടെ ഫ്രസ്ട്രേഷനും ഒക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും അവർ നമുക്ക് ഹെൽപ്പ് ചെയ്ത്
നമ്മുടെ മുമ്പോട്ട് കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ഇവിടെയൊക്കെ രാത്രി ഇറങ്ങി നടക്കാനൊക്കെ ഒറ്റയ്ക്ക് ലേഡീസ് ഇറങ്ങി വന്നാൽ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളായിട്ട് ആണ്. കാരണം അവർക്ക് തന്നെ വിശ്വാസമാണ്, അവരുടെ ഇവിടുത്തെ നിയമമാണെങ്കിലും ആർക്കും പെണ്ണെന്നില്ല ആണെന്നില്ല കുഞ്ഞെന്നില്ല ആർക്കും ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു നിയമം തന്നെയാണ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ എവിടെയാണെങ്കിലും ജനങ്ങളെ സേവിക്കാനൊക്കെയാണല്ലോ ഇവർ ഇതിനകത്തിൽ മുൻഗണന കൊടുക്കേണ്ടത്. അതിവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളിന്ന് ഇപ്പോഴും ട്രാഫിക്കിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ട്രാഫിക്ക് ചെറുതായിട്ടൊന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട്. ദൈവം സഹായിച്ചാൽ ചിലപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ കയറി പോകാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ പലരും ഇന്ന് ഇൻഡിക്കേറ്റർ ഇടാതെ കേട്ടോ ലെഫ്റ്റും റൈറ്റും എല്ലാം കയറുന്നത്. അപ്പം എന്ത് മിസ്റ്റേക്കാണ്, എന്താ പറ്റിയ, എല്ലാവർക്കും ഒരേപോലെ കിളി പോയതാണെന്നില്ല. അത് പോലീസ് കണ്ടു കഴിഞ്ഞാൽ അവർ ഫൈൻ അടിക്കും. എന്നുവെച്ചാൽ വിത്തൗട്ട് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ചേഞ്ചിങ്ങിന് അവർ ഫൈൻ അടിക്കും. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ മഫ്തിയിലുള്ള പോലീസ് പോലെ തന്നെ ഇവിടെ ആൾക്കാരുണ്ട് യൂണിഫോമിലല്ലാതെ തന്നെ അല്ലേ, CID കളുണ്ട് പലയിടത്തും. നമുക്കങ്ങനെ CID കളിലൊക്കെ നമുക്ക് ജോലിക്ക് ഇന്ത്യൻസിന് കയറാൻ പറ്റുമോ? ഇല്ല, അത് ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ ആണ്. ഇന്ത്യൻസ് അങ്ങനെ CID-യിലായിട്ട് ഉണ്ടായിട്ട് എനിക്ക് അറിവില്ല. പോലീസിൽ കയറാൻ പറ്റുമോ? പോലീസ് അറബി അറിയണം. അറബി അറിഞ്ഞ് കഴിഞ്ഞാൽ കയറാം. ഇവിടെ ഗവൺമെൻറ്റിലൊക്കെ ജോലി കയറുന്ന അറബിയൊക്കെ അറിയുവാണെങ്കിലും പെട്ടെന്ന് കയറാൻ പറ്റും. ഓക്കെ, അറബിക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ ഡൂലിംഗോയിൽ അറബിക് പഠിക്കുന്നു. നിങ്ങൾക്കും ഡൂലിംഗോ എന്നാണ് തോന്നുന്നു. ഡൂലിംഗോയിൽ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷനിൽ കയറി നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ പഠിക്കാൻ താല്പര്യമുള്ളത് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. ഇറ്റ്സ് ടോട്ടലി ഫ്രീ ആൻഡ് പൈസ കൊടുത്തും പഠിക്കാം. പക്ഷേ അതിനകത്തിൽ കുറേ ടാസ്കുകളുണ്ട്. ആ ടാസ്കുകൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ലെവലിലേക്ക് കയറി പോകാം. ഞാൻ റീസെൻ്റ്ലി ജർമ്മൻ പഠിച്ചു. ജർമ്മൻ ഫുള്ളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും കുറച്ചൊക്കെ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വാട്ടറിന് ജർമ്മനിൽ വാട്ടർ എന്നാണ് പറയുന്നത്, ഫാദറിന് ഫാട്ടർ എന്നാണ് പറയുന്നത്, മദറിന് മൂട്ടർ എന്നാണ് പറയുന്നത്, സണ്ണിന് സോൺ എന്നാണ് പറയുന്നത്, വൈഫിന് ഫ്രോ മൈനെ ഫ്രോ എന്നാണ് പറയുന്നത്. തെറ്റി എന്നും വിളിക്കരുത്, വൈഫ് തലക്കടിക്കും. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നത് മൈനെ മൂട്ടർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മൈനെ ഫാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എന്നാണ് പറയുന്നത്. നാട്രോലിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് ഞാൻ രാവിലെ കൂടെ നോക്കിയതാണ്, പക്ഷേ അതിൻ്റെ മീനിങ് എനിക്കറിയില്ല. ഓഫ് കോഴ്സ് എന്നാണ് തോന്നുന്നു നാട്രോലിച്ച് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അപ്പം അങ്ങനെ കുറേ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് വലിയ വലിയ വാക്കുകൾ പഠിക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും. ജർമ്മൻ ലാംഗ്വേജ് അതുപോലെ തന്നെയാണ്. അങ്ങനെ എല്ലാ ലാംഗ്വേജും, ഈവൻ ഹിന്ദി, ഇംഗ്ലീഷ്, ജാപ്പനീസ്, കൊറിയൻ എന്ന് വേണ്ട എല്ലാ ലാംഗ്വേജസും നമുക്ക് പഠിക്കാനുള്ളൊരു സഹായം ഡൂലിംഗോയിലുണ്ട്. ഡൂലിംഗോ അപ്പം നിങ്ങളാരും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ദെൻ അതിൻ്റെ ഇൻ ഡെപ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ പുറത്ത് പഠിക്കുക, അല്ലെങ്കിൽ വേറെ ആരുടെയും സഹായം തേടി നമുക്ക് പഠിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്ന് നല്ല ട്രാഫിക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വലിയ പിടുത്തമില്ല. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇത് നമ്മൾ കാറ്റർപില്ലർ സിഗ്നലിൻ്റെ അവിടെ. ഏതാ? കാറ്റർപില്ലർ സിഗ്നൽ. കാറ്റർപില്ലർ സിഗ്നൽ ഈ ദുബായിലേക്ക് പോകുന്ന ഒരു സ്ഥലത്ത്. അപ്പം അവിടെ ദുബായ് ടച്ച് ചെയ്തില്ല. നമ്മൾ ഈ സിഗ്നലിൽ നിന്ന് ഫ്രീ റൈറ്റ് എടുത്ത് നമ്മൾ ഷാർജ അൽനാദയിലോട്ടൊക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷാർജയിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ, ഷാർജയിൽ നിന്ന് വന്നിട്ട് വേറൊരു വേർഷനാണ്. ഷാർജയിൽ നിന്ന് വന്ന് നേരെ ഇൻഡസ്ട്രിയൽ ഏരിയ കയറി ദുബായ് ടച്ച് ചെയ്യാതെ ഫ്രീ റൈറ്റ് എടുത്ത് വീണ്ടും ഷാർജ അൽനാദയിലേക്ക് പോകുന്നു. പിന്നെ അടുത്ത പരിപാടികൾ ഇത് കഴിയുമ്പോൾ എന്താണെന്ന് അറിയിക്കാം. ഷാർജ ദുബായ് ബോർഡറാണ്. അതെനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഷാർജ ദുബായ് ബോർഡർ, നമ്മുടെ തമിഴ്നാടു, കേരളം അല്ലെങ്കിൽ കർണാടക എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയൊക്കെ വലിയ പോലീസ് ചെക്കിങ്ങും അതും പരിപാടികളൊക്കെ ആണല്ലോ. ഇവിടെ ഷാർജ ദുബായ് ബോർഡർ എന്ന് പറയുന്നത് അവിടെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണാമെന്നറിയില്ല. ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജാണ് ബോർഡർ. അതിനപ്പുറം ദുബായ്, അതിനിപ്പുറം ഷാർജ എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഷാർജയിൽ തന്നെയാണ്. എൻ്റെ കൊച്ചിയിലെ ഗൾഫിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുക, ഇപ്പം നല്ല നമ്മുടെ പേരൻസ് ചോദിക്കും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഷാർജ എന്ന് പറയും. ചിലർ ചോദിക്കുമ്പോൾ ദുബായ് എന്ന് പറയും, ചിലർ ചോദിക്കുമ്പോൾ അജ്മാൻ എന്ന് പറയും, ചിലവർ ചോദിക്കുമ്പോൾ അബുദാബി എന്ന് പറയും. നമ്മുടെ കസിൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അന്നേരം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാം, ഇതെല്ലാം ഓരോ രാജ്യങ്ങളായിരിക്കും. അജ്മാന്, ഷാർജ,
അപ്പോൾ അവർ UAE എന്ന് പറയുന്നില്ല. കറക്റ്റ് എന്ന് പറഞ്ഞാൽ UAE എന്ന് പറയുന്നത് 7 എമിറേറ്റ്സ് ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അതിന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. 7 എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇപ്പം ഷാർജ, അജ്മാൻ ഉണ്ട്, ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്, ഉമൽ ക്വൈൻ ഉണ്ട്. അപ്പൊ അങ്ങനെ 7 എണ്ണം ഏതാണ്? അതൊന്ന് അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമൽ ക്വൈൻ, റാസ് അൽ ഖൈമ, ഫുജൈറ. ഓക്കെ. ഈ ഫുജൈറയിലാണ് കൊർഫക്കാനും അതൊക്കെ വരുന്നത്, അതോ റാസ് അൽ ഖൈമ ഇതിലേക്കാണോ വരുന്നത്? റാസ് അൽ ഖൈമയിൽ ഫുജൈറയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഈ നമ്മളീ പറഞ്ഞത് കൊർഫക്കാൻ വരുന്നത്. കൊർഫക്കാനിൽ നല്ല കൊർഫക്കാൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റാണ്. അത് ഷാർജയുടെ അണ്ടറിലാണ് ആക്ച്വലി. ഓക്കെ. അപ്പൊ ഉമൽ ക്വൈൻ എന്ന് പറയുന്നത് ഇപ്പൊ അബുദാബി ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറെ ആയി അത് ഡെവലപ്മെന്റ് ഇല്ലാതെ കിടക്കുന്നു. അത് കാരണം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അബുദാബി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അറിയില്ല എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ റീസെന്റ് ഞാനൊരു ന്യൂസ് കേട്ടു, പുതിയൊരു ഷെയ്ഖ്, ക്രൗൺ പ്രിൻസ് അവിടെ ഉമൽ ക്വൈൻ്റെ ക്രൗൺ പ്രിൻസ് അവിടെ സ്ഥാനമേറ്റിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഇന്നലെ പോയപ്പോൾ ആ പുള്ളിയുടെ ഫോട്ടോ അവിടെ സൈഡിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. യെസ്, ഷുവർ. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് കൊർഫക്കാനിലോ ഫുജൈറയിലൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ വീഡിയോസ് പകർത്തണം എന്നുള്ളത്. പിന്നെ അവിടുത്തെ ബീച്ച് ഏരിയ, അവിടെ ഈ ഒത്തിരിയധികം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ സ്കൈ ഡൈവിങ് പോലത്തെയുള്ള ആക്ടിവിറ്റീസൊക്കെ കൊർഫക്കാൻ ഫുജൈറ ഏരിയയിൽ കുറേ ഉണ്ട്. അതൊരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. റാസ് അൽ ഖൈമ, ഫുജൈറ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ പാറക്കെട്ടുകൾ കണ്ടാൽ തന്നെ അറിയാം അവിടുന്ന് എന്തോ കടൽ ഉൾവലിഞ്ഞിട്ട് അവിടെ ഉണ്ടായ പോലെയൊക്കെയുള്ള ഫീല്, വെള്ളം തട്ടി നിന്നതാണ് ആ പാറമേൽ എന്നൊക്കെ പലപ്പോഴും പലരും പറയുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം അതാണ് ഇത്. കണ്ടോ, അൽ റയാൻ എന്ന് പറയുന്ന വലിയൊരു ബിൽഡിംഗ് കേട്ടോ. ഇവിടുത്തെ മേൽപ്പാലങ്ങളും ഇവിടുത്തെ ബ്രിഡ്ജുകളും ഒക്കെ ഭയങ്കര ഡിസൈനാണ്. ഈ ഏരിയയിലേക്ക് വരുമ്പം ഫുൾ ഒരു എന്താ പറയുക, ഫുൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇത് നല്ല റഷ് ഏരിയ ആണ് ഇത്. കാരണം വെച്ചാൽ ഇത് ആക്ച്വലി അൽനാദ, ഷാർജ അൽനാദയാണ് ഈ ഏരിയ. ഓക്കെ. അപ്പുറത്തുള്ളത് ദുബായ് അൽനാദ എന്ന് പറയും. അപ്പം കൂടുതൽ ആൾക്കാർ ഇവിടെ താമസിച്ചിട്ട് ഈ ബ്രിഡ്ജൊക്കെ കയറി അപ്പുറത്ത് പോയിട്ട് അവിടെ ബസ്സുണ്ട് ഫുൾ ടൈം. അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഷാർജയിൽ താമസിച്ചിട്ട് ദുബായ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത്. വോക്ക് ചെയ്ത് പോയിട്ട് അവിടെ ബസ് കയറി പോകും, മെട്രോയിലോട്ടൊക്കെ കയറി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ദുബായ് അപേക്ഷിച്ച് ഇവിടെ റെന്റ് കുറവായിരിക്കും. പിന്നെ ഇതുമുണ്ട്, നമ്മുടെ ഒരു എക്സിറ്റ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഷാർജ അൽനാദയും ദുബായ് അൽനാദയും പറഞ്ഞ് നമ്മളുടെ ഒരു എക്സിറ്റ് മാറിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒന്നി കറങ്ങി തിരിഞ്ഞു വരണം, ഇല്ലെങ്കിൽ വേറെ വഴിക്ക് കയറി വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഇട്ടതിന് വട്ടം പിടിച്ച് തിരിച്ച് വരാമല്ലോ. ഇവിടെ അങ്ങനെ വരാൻ പറ്റത്തില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരിടത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് റിവേഴ്സ് എടുക്കുന്നു, അവിടുന്ന് യൂ ടേൺ എടുക്കുന്നു, അടിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. യൂ ടേൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ യൂ ടേൺ പോലെ അന്നേരം തന്നെ യൂ ടേൺ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫൈനും വരും കേട്ടോ. അപ്പോൾ ഇടിയാണ് പുറകെ തന്നെ നമ്മുടെ വണ്ടി മുട്ടിയില്ലാതെ വണ്ടികൾ വരുന്നത്. ഇതാണ് അൽനാദ പാർക്ക് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. ഓക്കെ. ചെറിയൊരു പാർക്കാണ്. ഇവിടെയാണ് ഷാർജ അൽനാദ പാർക്ക് കേട്ടോ. ഷാർജയല്ല, അൽനാദ പാർക്ക് വരുന്നത് ഇവിടെയാണ്. ഇവിടെയൊക്കെ എല്ലാവർക്കും എൻട്രി ഉണ്ടോ? ഫ്രീ ആണ്. ആൾക്കാർക്ക് വോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇതാണ്. ഇവിടെ സൂ ഉണ്ടോ? സൂ ഇവിടെ ഇല്ല. ഇവിടെ പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ സൂ അല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ സൂ ഉണ്ടോ? ഐ മീൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? സൂ ഉണ്ട്. ഇവിടെ ഉണ്ടോ? സഫാരി ഇതുണ്ട്. ഇവിടെ സൂ ഉണ്ട്. പിന്നെ അതെവിടെയാ സൂ വരുന്നത്? ഇവിടെ ദുബായിലുണ്ട്, എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ ഇതിലും ഉണ്ട്. അത് എന്നെ ഒരു ദിവസം കൊണ്ടുപോകുമോ? പറ്റുമോ? കണ്ണാടി നോക്കിയാൽ പോരെ, കാണത്തില്ലേ? കൊണ്ടുപോവാ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കൂ. ഞാൻ എന്തിനാ നോക്കണേ? അനുസരണ ഇല്ലാത്ത മൃഗമാണ്. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും മനസ്സിലേക്ക് എടുത്ത് പിടിച്ചുകൊണ്ട് വയ്ക്കുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും സന്തോഷങ്ങൾക്കും വിഷമങ്ങൾക്കും അപ്പുറം പല മെമ്മറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും വലിയ നല്ല കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പലയിടത്തും കടന്നു ചെല്ലുമ്പം ഇവർക്കിവിടെ പല മ്യൂസിയങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് എനിക്കിപ്പം ആ ഒരു എമിറേറ്റ്സ് ഐഡിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ സ്റ്റിൽ ഇൻ എ സെർച്ച്. അതങ്ങനെയാണ് പോകുന്നത്.
ജിഞ്ചർ ആൻഡ് ലെമൺ ഇഞ്ചി നാരങ്ങ റെസ്റ്റോറൻറ്റ്. ഇത് ഇഞ്ചി നാരങ്ങ റെസ്റ്റോറൻ്റ് ആണ്. ഇഞ്ചി നാരങ്ങ റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ, അത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും അതാണ്. ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, പഴയൊരു ലെറ്റർ ബോക്സ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയ സംഭവങ്ങളാണ്. ഈ ലെറ്റർ ബോക്സ് ഞാനൊന്ന് കാണിച്ചത് അൽനാദ ഷാർജയിലാണ്. ഉണ്ട് എമിറേറ്റ്സ് പോസ്റ്റ് ലെറ്റർ മെയിൽ ബോക്സാണ് ഇത്. പണ്ട് ഈ ഒരു ഡിസൈൻ അടിപൊളിയാണ്. പണ്ട് നമ്മുടെ ഗേറ്റിലൊക്കെ ഉണ്ടായിരുന്ന സാധനം. ഇവിടെ ഷാർജ ചാരിറ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. വേറെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് പലയിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോത്ത്സ്, ടെക്സ്റ്റൈൽ, ഷൂസ്, ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് അധികം വണ്ടി പാർക്ക് ചെയ്തിട്ട് പൈസ പോകാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഷാർജയ്ക്ക് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇനിയും അടുത്ത പരിപാടി നോക്കണം. കർഫൂറിലൊന്നും പോകണമായിരുന്നു, പക്ഷേ ഈ ഇതിനെ സമ്മതിക്കുന്നില്ല. അപ്പം കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയോടെ ഇപ്പോഴത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം പ്രത്യേകിച്ചൊന്നും ഇതിനകത്തില്ല, കാഷ്വൽ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. എനിവേസ്, താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.